ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സൂഫിയാണ്. ഞാനിത് ആ കുട്ടയിലുള്ളത് കേട്ടോ. വയനാടിനോട് ചേർന്ന് നടക്കുന്ന കർണാടകയിലെ ഒരു ഗ്രാമമാണ് കുട്ട. അപ്പം കുട്ട ടൗണിലുള്ളത്. അപ്പോൾ നമ്മളിവിടുന്ന് മാനന്തവാടിക്ക് പോവാണ്. അപ്പോൾ ടൗണിൽ നിന്ന് നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 100 മീറ്റർ നടക്കാനുണ്ട് കേട്ടോ ടൗണിൽ നിന്ന്. ഇതാണ് കുട്ട ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇത് നമ്മളെ മാനന്തവാടിക്കുള്ള ബസ്സൊന്നും എത്തിയിട്ടില്ല. ഇത് കൊടലിപ്പെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സാണ്. അതായത് ഗോണിക്കുപ്പ, വീരായിപ്പേട്ട അങ്ങോട്ടേക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ. ഈ റോഡ് നേരെ നമുക്ക് ഗോണിക്കുപ്പ അങ്ങോട്ടേക്ക് പോകും. ബസ് സ്റ്റാൻഡ് പുറകിൽ കാണുന്നത് ഹെൽത്ത് സെൻ്ററാണ്. അങ്ങോട്ടേക്കുള്ള വഴിയാണ് ഫസ്റ്റ് കാണുന്നത് കേട്ടോ. ഈ കാറ് വരുന്ന റൂട്ടാണ് നമുക്ക് നാർഹോള ടൈഗർ റിസർവിലേക്ക് ആ റൂട്ടാണ് കേട്ടോ. നാർഹോള ഫോറസ്റ്റ് സഫാരിയൊക്കെ ഈ റൂട്ടിലാണ്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ഈ ഒമിനി വരുന്ന റൂട്ടിലാണ് നമുക്കിനി പോകേണ്ടത്. മാനന്തവാടിക്ക് പോകേണ്ട വഴിയാണിത്. സെൻറ്റ് മേരീസ് കിൻഡർ ഗാർഡൻ പ്രൈമറി ആൻഡ് ഹയർ പ്രൈമറി സ്കൂളാണ്. അപ്പോൾ മാനന്തവാടിക്കുള്ള ബസ്സൊന്നും ഇപ്പോൾ സ്റ്റാൻഡിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട് മാനന്തവാടിക്ക്. ഒരു 1 അവർ യാത്ര കേട്ടോ. അപ്പോൾ റൈഡേഴ്സിൻ്റെ മറ്റൊരു യാത്രാ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഇതിപ്പോൾ മാനന്തവാടിയിൽ നിന്ന് കുട്ടേക്ക് വരുന്ന ബസ്സാണ്. അപ്പോൾ സമയം 12:25 12:30ക്കാണ് ഈ ഒരു ബസ് തിരിച്ചു പോവുക. അപ്പോൾ നമുക്കിതിൽ പോവാം. അപ്പോൾ നമ്മൾ കുട്ടയിൽ നിന്ന് യാത്ര ചെയ്യാനാണ്. കുടക് ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള ചെറിയൊരു ടൗണാണ് കുട്ട. സീ ലെവലിൽ നിന്ന് ഏകദേശം 3000 അടി ഉയരത്തിലാണ് കുട്ട സ്ഥിതി ചെയ്യുന്നത്. കാപ്പിത്തോട്ടങ്ങളും നെൽവയലുകളും ബ്രഹ്മഗിരി പർവ്വതനിരകളും നാഗർഹോള വനമേഖലയാലും ചുറ്റപ്പെട്ട ഒരു ഗ്രാമം. അടുത്തുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഉറുപ്പ് വാട്ടർഫാൾസും അതേപോലെ തന്നെ നാഗർഹോള ഫോറസ്റ്റ് സഫാരി. ഇന്ധനവിലയിൽ കേരളത്തേക്കാൾ നിലവിൽ 5 രൂപ കുറവാണ് ഇവിടെ. കുട്ട ടൗണിൽ നിന്ന് ഏകദേശം കേരള ബോർഡർ വരെ 2-2.5 കിലോമീറ്ററുണ്ട്. റോഡ് വളരെ മോശമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കുറേ കാലമായി ഇങ്ങനെ തന്നെയാണ് ഈ റോഡിൻ്റെ അവസ്ഥ. ഹുബിനക്കാട് എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കോഫി പ്ലാന്റേഷനും അതിലേക്കുള്ള ജലസ്രോതസ്സും കാപ്പി ഉണക്കുന്ന സ്ഥലവും അതുമായി ബന്ധപ്പെട്ട ബിൽഡിങ്ങുകളൊക്കെയാണ് ഈ കാണുന്നത്. കൂർഗിലെ കർഷകർ അവരുടെ കൃഷിയിടം നല്ലപോലെ ശ്രദ്ധിക്കുന്നവരാണ് കേട്ടോ. അതുകൊണ്ടാണ് ഏത് പ്ലാന്റേഷൻ ആയാലും വളരെ മനോഹരമാണ് കാണാൻ. ഇവിടെയായിരുന്നു കേരള കർണാടക ആദ്യത്തെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, ബോർഡർ ചെക്ക് പോസ്റ്റ്. അപ്പോൾ നമ്മളിതാ കേരളത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കേരളത്തിലേക്ക് നമ്മൾ ആദ്യം പോലീസ് ചെക്ക് പോസ്റ്റ്, അത് കഴിഞ്ഞ് എക്സൈസ് ചെക്ക് പോസ്റ്റ്, അത് കഴിഞ്ഞ് എത്തുന്ന ഈ ഒരു ചെറിയൊരു ടൗണാണ് തോൽപ്പെട്ടി. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ വനമേഖലയാൽ ചുറ്റപ്പെട്ട ചെറിയൊരു ടൗൺ. ഇവിടെ നിന്നും വലത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അപ്പപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അവിടെ നമുക്ക് തിരുനെല്ലിയിലേക്കും തിരിച്ച് അവിടുന്ന് കാട്ടുകുളത്തേക്കും വരാം. റോഡിനോട് ചേർന്ന് ഒരു വശത്ത് കൃഷിയും മറുവശത്ത് വനവുമാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ കുറേ സസ്യങ്ങൾ ശിഖരങ്ങളൊക്കെ വെട്ടിമാറ്റി കുറ്റികളാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞക്കൊന്ന എന്നാണ് ഈ ഒരു സസ്യത്തിൻ്റെ പേര്. ഒരു അധിനിവേശ സസ്യമാണ്. സ്വാഭാവിക വനമേഖലയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സസ്യമാണ്. അതിൻ്റെ ശാസ്ത്രീയ നാമം സെന്ന സ്പെക്ടാബിലിസ് എന്നാണ് കേട്ടോ. കുട്ടയിൽ നിന്നും തോൽപ്പെട്ടി കാട്ടിക്കുളം വഴിയാണ് ബസ് മാനന്തവാടിയിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ തോൽപ്പെട്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ മുന്നിലാണുള്ളത്. ഇവിടുന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഇവിടുന്ന് ഫോറസ്റ്റ് സഫാരി ഉണ്ടായിരുന്നു, തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സഫാരി ഉണ്ടായിരുന്നു. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇപ്പോൾ വനംവകുപ്പ് താൽക്കാലികമായിട്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. റോഡിൻ്റെ ഒരു വശത്ത് വനവും ഒരു വശത്ത് ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഈ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന സസ്യമാണ് മഞ്ഞക്കൊന്ന. മഞ്ഞക്കൊന്ന കാടിനെ കയ്യേറി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഞ്ഞക്കൊന്നയുടെ താഴെ മണ്ണിൽ മറ്റൊരു ചെടിയും മുളക്കില്ല. അങ്ങനെയാണ് കാടിൻ്റെ സ്വഭാവത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കാനുള്ള പ്രധാന കാരണം. പിന്നെ ഇതിൻ്റെ പെട്ടെന്നുള്ള വളർച്ചയും. 345 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഒരു ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിപ്പത്തിൽ കേരളത്തിൽ 2ാം സ്ഥാനത്തുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് പ്രൊജക്റ്റ് എലിഫന്റ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. അതിൻ്റെ ഒരു ഭാഗമായ തോൽപ്പെട്ടി റേഞ്ചിൻ്റെ ഒരു ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു ഭാഗങ്ങളാണ് മുത്തങ്ങയും കുറിച്യാടും.
അങ്ങനെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് തിരുനെല്ലി തോൽപ്പെട്ടി ജംഗ്ഷനിലാണ് കേട്ടോ. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ തിരുനെല്ലി അമ്പലത്തിലേക്കുള്ള വഴിയാണ്. ഈ നേരെ കാണുന്ന ഈ ഒരു കട വളരെ ഫേമസ് ആണ് കേട്ടോ. ഇവിടുത്തെ ഉണ്ണിയപ്പം ഭയങ്കര ഫേമസ് ആണ്. കുട്ടേട്ടൻസ് ഉണ്ണിയപ്പം ആ ഒരു കടയാണിത്. ഇതിലെ യാത്ര ചെയ്ത ഒട്ടുമിക്ക സഞ്ചാരികളും ഈ ഒരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ആ കടയുടെ നേരെ മുമ്പിലൂടെയുള്ള വഴിയാണ് തിരുനെല്ലിയിലേക്ക്. തിരുനെല്ലിയിലേക്കുള്ള ഒരു യാത്രാ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം, ഒന്ന് കയറി കണ്ടേക്കണേ. റോഡിൻ്റെ ഇരുവശത്തായിട്ട് വനംവകുപ്പിൻ്റെ തേക്ക് പ്ലാന്റേഷനാണ്. വനത്തോട് ചേർന്ന് കുറച്ച് വീടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. വനത്തോട് ചേർന്ന് താമസിക്കുന്ന ഗോത്ര സമുദായത്തിൽപ്പെട്ടവരുടെ കൃഷിയിടവും വീടും ഒക്കെയാണ് ഈ കാണുന്നത്. കാളിന്തി നദിയാണ് ഈ കാണുന്നത് കേട്ടോ. തിരുനെല്ലിയിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. ഇത് നേരെ കബനിയിലേക്കാണ് വന്ന് ചേരുന്നത്. തോൽപ്പെട്ടി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ കാര്യാലയവും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഓഫീസ് കെട്ടിടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിനോട് ചേർന്ന് തന്നെ ടിമ്പർ ഡിപ്പോ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ IB ഉണ്ട്, ഫോറസ്റ്റ് IBയും ഡോർമെറ്ററിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് തോൽപ്പെട്ടി ബാവലി ജംഗ്ഷനിലാണ്. ഇവിടുന്ന് ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ ബാവലിയിലേക്കാണ്. വയനാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന മറ്റൊരു സ്പോട്ടാണ് ബാവലി. നമുക്ക് നേരെ റൈറ്റിലേക്കാണ്. റൈറ്റിൽ കാട്ടിക്കുളം ബസ് സ്റ്റാൻഡും കഴിഞ്ഞ് നമ്മൾ നേരെ മാനന്തവാടിയിലേക്കാണ് പോകുന്നത് കേട്ടോ. മാനന്തവാടിയിൽ നിന്നുള്ള യാത്രക്കാർ വളരെ എളുപ്പത്തിൽ മൈസൂർ എത്തിച്ചേരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പാതയാണ് ബാവലി വഴി. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് യാത്രക്കാരെ അതിർവഴി കടത്തിവിടുകയുള്ളൂ. അതിനുശേഷം ഫോറസ്റ്റ് ഏരിയ ക്ലോസ് ചെയ്യുന്നതിനാൽ പിന്നീടുള്ള മൈസൂരേക്കുള്ള യാത്രക്കാർ കടന്നു പോകുന്ന വഴിയാണ് തോൽപ്പെട്ടി കുട്ട വഴി. നമ്മളിപ്പം കാട്ടിക്കുളം ബസ് സ്റ്റാൻഡിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. മാനന്തവാടിക്ക് സമീപമുള്ള ഒരു ചെറിയ പട്ടണമാണ് കാട്ടിക്കുളം. തിരുനെല്ലി ക്ഷേത്രം, ബാവലി മക്കാം, തൃശ്ശിലേരി ക്ഷേത്രം, കുറുവാദ്വീപ്, തോൽപ്പെട്ടി എന്നിവയൊക്കെയാണ് തൊട്ടടുത്തുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും. കാട്ടിക്കുളത്തു നിന്നുള്ള യാത്രക്കാരെയും കയറ്റിക്കൊണ്ട് ബസ് യാത്ര തുടർന്നു. ഇവിടെ നിന്നും ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ദൂരമുണ്ട് മാനന്തവാടിയിലേക്ക്.
ബസ് ഇപ്പം എത്തിക്കൊണ്ടിരിക്കുന്നത് ചെറ്റപ്പാലം സ്റ്റോപ്പിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററോളം ദൂരമുണ്ട് മാനന്തവാടി ടൗണിലേക്ക്. ഇവിടുന്ന് ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ വള്ളിയൂർക്കാവ് ക്ഷേത്രം, പുൽപ്പള്ളി, കൽപ്പറ്റ, കോഴിക്കോട് ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ വയനാട് കർണാടക അതിർത്തി ഗ്രാമമായ കുട്ടയിൽ നിന്ന് 12:50 പുറപ്പെട്ട ബസ് മാനന്തവാടി ബസ് സ്റ്റാൻഡിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയം 1:55. 28 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 1 മണിക്കൂറും 5 മിനിറ്റും. കാരണം വേറൊന്നുമല്ല, മനോഹരമായ വനപാതയിലൂടെയാണ് നമ്മുടെ യാത്രയിൽ പകുതിയിലധികം ദൂരവും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സമയമെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ മാനന്തവാടി ടൗണിൽ ബസ് ഇറങ്ങി കേട്ടോ. ഓക്കെ, 1 അവർ യാത്ര. കുട്ടയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 28 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ നമ്മളെന്താ പറയുക, ഫോറസ്റ്റ് കൂടെയാണ്, പകുതിയിലധികം ദൂരവും ഫോറസ്റ്റ് കൂടെയാണ് വരുന്നത്. അപ്പം നല്ല അടിപൊളി ആസ്വദിച്ച് വരാൻ പറ്റിയ റൂട്ടാണ്. വീഡിയോ കണ്ടതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ റെഡ്കാസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് കൂടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാതെ ഇറ്റ്സ് മീ സുഫി, സൈനിങ് ഓഫ്.